ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് റെഡിമെയ്ഡ് സ്റ്റൈൽ കുർത്തിയിൽ കാണുന്ന ഒരു പോട്ട്ലി ബട്ടൺ ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഇതുപോലെ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള തെർമോക്കോളിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഇതിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എളുപ്പ വഴി കൂടെ നമുക്ക് കുർത്തിയിൽ ഇത് റെഡിമെയ്ഡായിട്ട് അറ്റാച്ച് ചെയ്യണം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊരു 9 ഇഞ്ച് നീളമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണീനെ നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്യാം. സാധാരണ നമ്മൾ കുർത്തീനെ നെക്ക് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് പോലെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ നെക്ക് ഡിസൈൻ ചെയ്യാറ്. ഇതിപ്പോൾ നേരിട്ട് തന്നെ നമ്മൾ ആ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കുർത്തീൻ്റെ ഫാബ്രിക്കും വരണത്. ഇതുപോലെ ഉണ്ടാക്കി വെട്ടിയ ശേഷം ഞാനിവിടെ മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പോട്ട്ലി ബട്ടൺസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വയ്ക്കാം, ഇല്ല അടുപ്പിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 1 ഇഞ്ച് വിടാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വയ്ക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് വയ്ക്കുക. പുറത്തേക്ക് ആ ഒരു ഭാഗം വയ്ക്കിച്ചിട്ട് ഉള്ളിലേക്ക് വേണം ആ ബോൾസ് വരേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഈ ഒരു പീസ് നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ വെക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഫൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഫൂട്ടർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ നമ്മൾ പൈപ്പിങ്ങിന് വയ്ക്കുന്ന ഫൂട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന കുറച്ച് പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പീസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ കുർത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ബോർഡർ പോലെയാണ് നമ്മൾ ഈ 2 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരണത്. ഇതൊരു 1/4 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല നീറ്റിൽ ഈ പോട്ട്ലി ബട്ടൺസ് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സിന് വളരെ എളുപ്പമായിരിക്കും ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ. ഞാൻ ആ ഫൂട്ടർ ഇട്ടിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നോർമൽ ഫൂട്ടർ ഉണ്ടെങ്കിലും ചെയ്യാനും പറ്റും. ഇതാവുമ്പോൾ അവിടെ ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാനാണ് കേട്ടോ ഞാനൊരു ഫൂട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ഫൂട്ടർ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇത് ഫുള്ളും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പം നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഈ പോട്ട്ലി ബട്ടൺസ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു പോട്ട്ലി ബട്ടൺസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഈ സൈഡ് ഉണ്ടല്ലോ, അത് നമുക്ക് എത്ര ഇഞ്ച് വീതിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ 2 ഇഞ്ച് വെച്ച് 4 ഇഞ്ചിൽ എനിക്ക് ആ ഒരു ബോർഡർ മതിയാവും. ഇല്ല 1.5 ഇഞ്ചാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതിവിടെ ഇതുപോലെ അതിൻ്റെ പകുതിയായിട്ട് മാർക്ക് ചെയ്യുകയാണ്. ബാക്കിയുള്ള പീസ് നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ എത്ര വീതിയാണ് നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 3 ഇഞ്ചാണ് കേട്ടോ എൻ്റെ മൊത്തം വീതി വരുന്നത്. എന്നിട്ടത് താഴേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി, സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇത്തിരി കൂടി കട്ടിയിൽ ഇതുപോലെ വീതിയിൽ മടക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി കട്ടി ആ ഒരു തുണിക്ക് ഉണ്ടാവും. ഇനി നമുക്ക് നെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത്. ബോട്ട് നെക്കാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ആ നെക്കിൻ്റെ മുകളിലായിട്ടൊന്ന് കുറച്ച് കയറ്റി വേണം വെക്കേണ്ടത്. അപ്പോൾ എന്നാലേ അത് ആ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ അതൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് പോവുള്ളൂ. ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ അതുപോലെ നമുക്ക് ഈ ഗോട്ട ലേസ് കൊടുക്കണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വൈറ്റ് കളർ ലേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർ വീതി അനുസരിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി പിൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ലൈനിങ് പീസ് വയ്ക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നെക്കിന് ഷേപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ആ പീസ് നമ്മൾ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അടക്കം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റെഡിമെയ്ഡ് സ്റ്റൈലിൽ ഈ ഒരു ബോർഡർ വെച്ച് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.